SS മോഹനൻ അവർ തൻ്റെ വരുമാനത്തിൻ്റെ നല്ലൊരു വിഹിതം സാധാരണക്കാർക്കും അക്ഷരരായവർക്കും ജാതി മത വർഗ വർണ്ണ ഭേദമില്ലാതെ വിനിയോഗിച്ചു വരുന്ന അദ്ദേഹത്തിൻ്റെ സേവാ ശക്തി ഫൗണ്ടേഷൻ്റെ പരിപാടി ഇന്നലെ നടക്കുന്നുണ്ടായി. നമുക്ക് ആ പ്രോഗ്രാമിലെ ചില കാര്യങ്ങളൊന്ന് കാണാം. ഈ ലോകത്തിൽ അനാഥരും ആരുമില്ലാത്തവരും ഏത് രീതിയിലുള്ളവരെയും സ്വന്തം വീട്ടിൽ ഒരു ദിവസത്തേക്ക് ഭിന്നശേഷിക്കാരായ കുട്ടികളെ കാണാം. പ്രത്യേകിച്ച് ഞാൻ ചില സ്ഥലങ്ങളിൽ ചെട്ടികുളങ്ങര ജിനൊക്കെ ഉള്ളത് സംസാരിക്കാത്തതും ചെവി കേൾക്കാത്തതുമായ പെൺകുട്ടികൾ അവരുടെ വീട്ടിലെ സാമ്പത്തികം വെച്ചിട്ട് ഇവർക്ക് ഇനി ഒന്നും സാധിക്കില്ല എന്നുള്ള രീതിയിൽ ആ കുട്ടികളെ എഴുതി തള്ളുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചില പ്രോജക്റ്റുകളിൽ കൂടി അവരെ ഒരു പരിധി വരെയെങ്കിലും സഹായിക്കാൻ സാധിക്കുന്നുണ്ട്. ഇനിയും അദ്ദേഹത്തിൻ്റെ വളർച്ച ഈ സമൂഹത്തിൻ്റെ ശക്തിയാണ്. ഇനിയും നമ്മുടെ രഞ്ജിത് ഡോക്ടർ പറയുമ്പോഴത്തേക്ക് സേവാഭാരതി എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വെള്ളപ്പൊക്കം മോട്ടിവേഷൻ ചെയ്യുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ഒരു പങ്ക് ആവശ്യക്കാർക്ക് കൊടുക്കണം. ആ കാലഘട്ടത്തിൽ 10-20 വർഷം മുമ്പൊന്നും ഇതുപോലൊന്നും ആലോചിക്കുന്ന ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ കാലഘട്ടം മുതൽ ഇദ്ദേഹത്തിനെ എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. ഇല്ലായ്മയിൽ കൂടെ വളർന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. ആ ഇല്ലായ്മയിൽ പോലും ആവശ്യക്കാരെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഇദ്ദേഹത്തിനെ പോലുള്ള ഒരു മഹത് വ്യക്തിയിൽ നിന്ന് ഒരു ആദരം സ്വീകരിക്കുക എന്ന് പറയുന്നത് ഒരു മഹാഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. അതോടൊപ്പം തന്നെ സേവാശക്തിയുടെ ഈ ഒരു വർഷത്തിൻ്റെ പ്രവർത്തനത്തിന് മുമ്പ് തന്നെ സേവാ സദനമുണ്ട്, സേവാ കേന്ദ്രമുണ്ട്. ആദ്യമായിട്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പാവങ്ങൾക്ക് ആഹാരം കൊടുക്കുന്ന ഒരു ചാരിറ്റി പരിപാടിയാണ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തത്. അത് കോന്നിയിൽ റോഡ് സൈഡിൽ തന്നെ ഒരു ഓഫീസൊക്കെ വെച്ചു. കുറേ ആൾക്കാരെ അവിടെ നിർത്തി വഴിയെ പോകുന്നവർ അവിടെ കയറി ആഹാരം കഴിച്ചിട്ടാണ് പോകുന്നത്. അത്ര ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ് അവിടെ കൂടുതലും ആ കാലത്തുണ്ടായിരുന്നത്. അതിനുശേഷം ആഹാരത്തിന് വീട്ടിൽ നിന്നും അവിടെ വന്ന് ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാത്തവർ ഇവിടെ വന്ന് പാഴ്സൽ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ഒരു ചരിത്രം കൂടെ ഉണ്ടായിരുന്നു. അത് ഇതിൽ എത്ര പേർക്ക് അതിനെക്കുറിച്ച് അറിയാമെന്ന് എനിക്കറിയില്ല. പക്ഷേ ആ കാലഘട്ടം മുതൽ അദ്ദേഹം ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട് ചാരിറ്റിയിൽ നിന്ന്. അത് കഴിഞ്ഞ് വളർന്നു. അദ്ദേഹം വളർന്നു വലുതായി. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ചാരിറ്റിയും കൂടെ വളർന്നു, ആകാശമുട്ടായിട്ട് വളർന്നു. പക്ഷേ ഇന്നും അന്നും കണ്ട അതേ മോഹൻജിയാണ് ഇന്നും എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. യാതൊരു വിധത്തിലുള്ള ആർഭാടമോ യാതൊന്നുമില്ലാത്ത ഒരു മഹൽ വ്യക്തിയാണ്. അദ്ദേഹത്തിനെ എനിക്കറിയാവുന്നത് അത്രയും പുള്ളിയുടെ ഇന്ന് ഇവിടെയുള്ള സഹപ്രവർത്തകർക്കൊന്നും അറിയുകയില്ല. അദ്ദേഹത്തിന് ബെൻസ് കാറിൽ പോകാം, ഫ്ലൈറ്റിൽ പോയെടുക്കാം, അല്ലെങ്കിൽ ചാർട്ടേഡ് ഫ്ലൈറ്റ് വരാം. ഇന്നും ഓട്ടോറിക്ഷയിൽ മാത്രം സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ്. എവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും എറണാകുളത്ത് വല്ലപ്പോഴും പല സ്ഥലങ്ങളിലും ഞങ്ങൾ തന്നെ കാണുമ്പോൾ ഓട്ടോറിക്ഷയിലാണ് വരുന്നത്. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും എനിക്കറിയാം, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. പിന്നെ നടക്കാൻ പറ്റുന്ന സ്ഥലത്ത് നടന്നാണ് പോകുന്നത്. അദ്ദേഹത്തിന് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇത് നമുക്കെല്ലാവർക്കും ഒരു പാഠമായിരിക്കണം. ഇപ്പം ബെൻസ് കാറിൽ പോകുന്ന ആളായാലും നടന്നു പോകുന്ന ആളായാലും സൈക്കിളിൽ പോകുന്നാലും എല്ലാവരും എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും ഇദ്ദേഹം പറഞ്ഞതുപോലെ അവസാനം ഒരേ സ്ഥലത്തൊരിടത്താണ് നമ്മളൊക്കെ പോകുന്നത്. അന്ന് നമ്മളെ 4 പേര് പൊക്കിയെടുത്തുകൊണ്ട് എവിടെയെങ്കിലും കൊണ്ടിടുക എന്നുള്ളതല്ലാതെ ഇട്ട് കഴിഞ്ഞിട്ട് അവരവിടുന്ന് സ്ഥലം വിടും. എത്ര സമ്പത്തുണ്ടാക്കിയാലും നമ്മൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും എവിടെയൊക്കെ നമ്മൾ എത്തിയെന്ന് പറഞ്ഞാലും അവസാനം ഈ 4 പേര് ഇതെടുത്തുകൊണ്ടേ പോകും. അന്നേരം ഇതൊന്നും കൊണ്ടുപോകാൻ ആരും കാണില്ല. ഇതാർക്ക് കൊടുക്കണമെന്ന് തന്നെ അറിയില്ല. ഈ സേവ ചെയ്യുമ്പോൾ പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കുറച്ചുകൂടെ കഴിയട്ടെ, ഇപ്പം ജോലി കിട്ടിയതേ ഉള്ളൂ, എന്തെങ്കിലും ഒന്ന് സെറ്റായി കഴിഞ്ഞവരുടെ ഞാനും സേവനം ചെയ്യാം. ജോലി കിട്ടി ഒരു നല്ല പൊസിഷനൊക്കെ ആകുമ്പോൾ വിവാഹം കഴിക്കും, അവൻ കല്യാണം കഴിച്ചു, പ്രാരാബ്ദമുണ്ട്, അതോടൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും സേവ തുടങ്ങിക്കൊള്ളാം. അത് കഴിഞ്ഞ് കുട്ടികളുണ്ടായി, അവരുടെ പഠിത്തമായി. അപ്പോഴൊന്നും ഇദ്ദേഹത്തിന് സേവ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ആവശ്യക്കാർക്ക് ഒരു 10 പൈസ സഹായിക്കാനോ ഉള്ള സാമ്പത്തികമായിട്ടൊരു എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനസികമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം അദ്ദേഹത്തില്ല. അവസാനം കുട്ടികളായി, അവരുടെ വിവാഹമായി, അവസാനം അസുഖമായി. ജീവിതകാലം മുഴുവനും എന്ത് സമ്പാദിച്ചോ അത് അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കുക. ഒരു ചെറിയൊരു പനി വന്നു കഴിഞ്ഞാൽ പോലും ഒരു ഹോസ്പിറ്റലിൽ പോയാൽ ഈ അവസാന സമയങ്ങളെന്ന് പറയുന്നത് 60-65 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ 50,000 രൂപ, 50 ലക്ഷം രൂപ, 60 ലക്ഷം രൂപ, 70 ലക്ഷം രൂപയ്ക്കാണ് ഹോട്ടലിൽ ബില്ല് വരുന്നത്. മരിച്ചവരെ പോലും
അവർ വെന്റിലേറ്ററിൽ വെച്ചിട്ട് പൈസ വാങ്ങിക്കുന്ന ഡോക്ടേഴ്സും ഹോസ്പിറ്റലുകളുടെ ഒരു കാലയളവിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതൊക്കെ ഇന്നത്തെ കുട്ടികളെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന സഹായങ്ങൾ ചെയ്യുക. സേവാശക്തി പോലുള്ള ഇത്ര വലിയൊരു ചാരിറ്റി അസോസിയേഷനോട് സഹകരിച്ച് പ്രവർത്തിക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ വീതം, എല്ലാം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 5% എങ്കിലും ഒരു 10%, 5% എന്തെങ്കിലും എല്ലാ മാസവും ഈ സേവയ്ക്ക് വേണ്ടി ചിലവാക്കിയാൽ അത് നമ്മുടെ ലൈഫിൽ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ പരമ്പരയ്ക്ക്, നമ്മുടെ ഫാമിലിക്ക് എല്ലാവർക്കും ഭഗവാൻ ഐശ്വര്യങ്ങൾ തരുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഉണ്ണിയണ്ണൻ്റെ ആദരവ് സ്വീകരിക്കാൻ നിങ്ങൾ കൂടി വരിക. ഒന്നിച്ച് സുനിൽ വിലക്കുന്നത്. അപ്പോൾ ഈ വാക്കുകൾക്ക് നന്ദി. 10% ദാനം ചെയ്യാൻ ആഗ്രഹിച്ചാൽ 1% പോലും കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് 50 നമ്മൾ തീരുമാനിച്ചെങ്കിലേ 10 കൊടുക്കാൻ പറ്റുള്ളൂ. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൊടുക്കാൻ ബുദ്ധിമുട്ടെന്നുള്ളതാണ്. അത് അർഹതയുള്ളവർക്ക് കൊടുക്കാനുള്ള അതിനേക്കാൾ ഇരട്ടി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ശക്തമായ ആത്മശക്തിയിൽ മാത്രമേ 10% നമുക്ക് തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ശക്തമായ തീരുമാനത്തിൽ കൂടെ മാത്രമേ ദാനം ചെയ്യാൻ പറ്റുള്ളൂ. അത് ഒരിക്കൽ രാവണന്റെ അവസാന കാലഘട്ടത്തിലെ ഉപദേശം സ്വീകരിക്കാൻ വേണ്ടി ലക്ഷ്മണനെ വിടുന്നു ശ്രീരാമന്. അവസാനം 2 ഉപദേശങ്ങളാണ് പ്രധാനപ്പെട്ട് കൊടുക്കുന്നത്. അതിലാദ്യം പറയുന്നത് നല്ല കാര്യം തോന്നുമ്പോൾ ചെയ്തോണം, അതിൻ്റെ കൂടെ ചീത്തക്കാരിയാണെങ്കിൽ നീട്ടി വെച്ചോണം, അതങ്ങനെ പോകും. 2, ആരെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്, ആരെയും വില കുറച്ച് കാണരുത്. ഈ 2 ഉപദേശങ്ങളാണ് അവസാനം രാവണൻ കൊടുത്തത്. ഭീഷ്മരുടെ കഥ പറഞ്ഞതിൻ്റെ കൊണ്ട്. അപ്പോൾ അവസാന കാലം വരെ കാത്തിരിക്കാതെ നമുക്ക് ചില നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇന്ന സംഘടനയ്ക്ക് കൊടുക്കാമെന്ന് പറയുന്നില്ല. പക്ഷേ എപ്പോഴും നമ്മുടെ വരുമാനത്തിൻ്റെ നിശ്ചിത ശതമാനവും അതോടൊപ്പം എന്തൊക്കെ എക്സ്ട്രാ കിട്ടിയാലും അതെല്ലാം ഈശ്വരനെ കൊണ്ട് എവിടെയെങ്കിലും കൊടുത്തതിന് പകരം നമ്മളിലുള്ള ഭഗവാൻ ഹൃദയത്തെ നമ്മൾ ഒന്ന് മുറുകെ പിടിച്ച് വേദനിക്കുന്നവരെ കാണുമ്പോൾ ഉച്ചത്തോടെ നോക്കാതിരിക്കുക, അവരെ ഉൾക്കൊള്ളുക. എല്ലാം ബ്രഹ്മത്തിൻ്റെ ഭാഗമാണ്. എൻ്റെ ആത്മാവ് ഈ അണ്ണൻ്റെ ആത്മാവ് ഒന്ന് തന്നെയാണ് നമ്മുടെ സിസ്റ്റം അനുസരിച്ചിട്ട്. അപ്പോൾ ആത്മാക്കളെല്ലാം ഒന്നാണ്. എല്ലാ ആത്മാവും ശ്വസിക്കുന്ന പ്രാണൻ ഒന്ന് തന്നെ ആണ്. അതുകൊണ്ട് ആ വേർതിരിവൊന്നും വേണ്ട, നിറത്തിലും ഒന്നും വ്യത്യാസപ്പെടേണ്ട. ആത്മാക്കളെല്ലാം ഒന്നാണ്. അതുകൊണ്ടാണ് വേദനിക്കുന്നവനെ നമ്മൾ പുച്ഛത്തോടെ നോക്കരുത്, അംഗവൈകല്യം വന്നവരെ പുച്ഛത്തോടെ നോക്കരുത്. ആർക്കും സംഭവിക്കാം. അവർക്ക് പക്ഷേ പാപം ചെയ്യാൻ അവസരം കിട്ടുന്നില്ല. കാരണം അംഗവൈകല്യം ഉള്ളതുകൊണ്ട് നമുക്ക് പണം സമ്പാദിക്കാൻ എല്ലാ ഇന്ദ്രിയങ്ങളും ഒക്കെ ബുദ്ധിയൊക്കെ തന്നുകൊണ്ട് പണം സമ്പാദിച്ച് സ്വയം സുഖം അനുഭവിക്കാമെന്ന് ആരും കരുതുകയും വേണ്ട. അതാണ് മഹാഗ്രന്ഥങ്ങൾ പറയുന്നത്. ദാനം മാത്രം അനുഷ്ഠാനം. ഇനി അടുത്ത നമ്മുടെ കലാപരിപാടികൾ അധികം നീട്ടാതെ ഒരു അരമണിക്കൂർ എല്ലാം ഡിലേ ഉണ്ട്. സേവാശക്തി ഫൗണ്ടേഷൻ അപ്പോൾ എപ്പോഴും ഈ വേക്ക് വന്നപ്പോൾ 25 കിലോയുടെ സാധനം കൊണ്ട് എയർപോർട്ട് വഴി ഈ വേക്കട കൊടുത്തത് കുഴുവിൽ ഈ വേക്ക് അവിടെ എത്തിച്ചു കൊടുക്കുന്നു സേവാനം. അത്ര വേദനിക്കുന്നവർക്ക് വേണ്ടി കൂടെ നിൽക്കുന്ന ജിൻസൺ ജോർജ് എൻ്റെ കൂടെ അബുദാബിയിൽ വർക്ക് ചെയ്യുന്നു. ഇദ്ദേഹം ചാലക്കുടി സ്വദേശിയാണ്. ഇദ്ദേഹം നമ്മളോട് 2 വാക്ക് പറയും. ഇദ്ദേഹത്തെ ഞാൻ ആദരിക്കുകയും ചെയ്യുന്നു. 8 വർഷമായിട്ട് ഞാൻ മോഹൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അന്നാണ് ഈ ചാരിറ്റി എന്താണ് എനിക്ക് വ്യക്തമാക്കി തന്നത്. ഞാൻ അന്ന് കമ്പനി തുടങ്ങിയിട്ടേ ഉള്ളൂ. അന്ന് വരുമ്പോഴും സാറ് എൻ്റെ കയ്യിൽ 1 ലക്ഷം രൂപയൊക്കെ തന്നിട്ട് നാട്ടിൽ വേദനിക്കുന്നവർക്ക് കൊടുക്കാൻ പറഞ്ഞത് പണം എൻ്റെ കയ്യിൽ തരും. അപ്പം ഞാനിങ്ങനെ വേദനിക്കുന്നവർ അന്ന് നോക്കി കണ്ടുപിടിച്ചിട്ടാണ് കൊണ്ടു കൊടുത്തിരുന്നത്. അതിനുശേഷം പിന്നെ അതിങ്ങനെ നമ്മളങ്ങനെ ചെയ്യുമ്പോഴുണ്ടാവുന്നൊരു മനസ്സിലാക്കി. ഇപ്പം സാറ് തന്നില്ലെങ്കിലും ഞാനത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ചാരിറ്റി എന്താണെന്ന് പഠിപ്പിച്ചെന്ന് സാറ് എല്ലാവർക്കും വേണ്ടി ഇപ്പോഴും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പിന്നെ ഏത് ആപത്തുഘട്ടങ്ങളിലും നമ്മൾ രക്ഷപ്പെടുവാൻ ഈ ചാരിറ്റി കൊണ്ട് നമുക്ക് സാധിക്കും. അത് സാറിനും എനിക്കും പല സന്ദർഭങ്ങളിലും മനസ്സിലായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു അവസരം തന്നതിന് നന്ദി. ഈ പ്രോഗ്രാം ഇനി ഒത്തിരി പേരുണ്ട് കലാപരിപാടിയൊക്കെ നടത്തണമെങ്കിൽ സമയം നമുക്ക് കുറവായ തൽക്കാലം നമ്മൾ ഈ കലാപരിപാടികൾ നിർത്തുകയാണ്. പക്ഷെ എന്നാലും നമ്മുടെ